ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈന്തപ്പഴ ഷേക്കാണ് കേട്ടോ തയ്യാറാക്കാൻ പോണത്. ഇപ്പോഴത്തെ ചൂടിൻ്റെ ദാഹവും നോമ്പിൻ്റെ ക്ഷീണവും വിശപ്പൊക്കെ മാറാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഷേക്കാണ് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞൊരു ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്നാലാണ് ഞാൻ അടുത്തതായിട്ട് ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ. നമ്മളുടെ ഈ ഈത്തപ്പഴ ഷേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഈത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 10-25 ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 2-3 ഗ്ലാസ് ഷേക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലൊക്കെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈത്തപ്പഴം കുറച്ച് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഏത് ഈത്തപ്പഴമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് കഴമ്പുള്ള സൈസ് ഈത്തപ്പഴം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈത്തപ്പഴം എടുത്തിട്ട് ആദ്യം ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുരൊക്കെ കളഞ്ഞിട്ടൊന്ന് എടുത്തിട്ട് വരാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ കുരൊക്കെ കളഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈത്തപ്പഴം നന്നായിട്ട് തന്നെ കഴുകി എടുക്കണം, അത്യാവശ്യം അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി കുരൊക്കെ മാറ്റിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ മിക്സിയുടെ വലിയ ജാർ എടുക്കാം. നമ്മൾ ജ്യൂസൊക്കെ അടിക്കാനായിട്ട് എടുക്കുന്ന ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മുടെ ഈത്തപ്പഴം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. ഈത്തപ്പഴം നമ്മളിവിടെ സോക്ക് ചെയ്യാനൊന്നും വെക്കണില്ല കേട്ടോ. ഈത്തപ്പഴം നമ്മൾ ഡയറക്റ്റായിട്ട് കഴുകി അപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈത്തപ്പഴത്തിൽ തന്നെ അത്യാവശ്യം മധുരം ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ 1 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് കട്ടപ്പാലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കട്ടപ്പാലൊന്ന് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ പാല് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കംപ്ലീറ്റ് നമ്മൾ കട്ടപ്പാൽ ഇപ്പോൾ ചേർക്കുന്നില്ല. ഈത്തപ്പഴം നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഫുൾ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതുപോലെ കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഈത്തപ്പഴം നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള കട്ടപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വലിയ കട്ട അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ മിക്സിയുടെ ബ്ലേഡ് തിരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് കട്ടപ്പാൽ ഇട്ട് കൊടുക്കുക. നമ്മൾ ലൂസായിട്ടുള്ള പാലെടുക്കരുത്. ഇതുപോലെ ഫ്രീസറിൽ വെച്ച് നല്ല കട്ടയാക്കിയിട്ടുള്ള പാൽ വേണം നമ്മൾ ഷേക്ക് അടിക്കാനായിട്ട് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഷേക്കിന് നല്ലൊരു തിക്നെസ് കിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇതുപോലത്തെ ഒരു ബൂസ്റ്റിൻ്റെ 2 പാക്കറ്റാണ് കേട്ടോ. അതായത് 5 രൂപയുടെ സാഷി നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് ഇതുപോലത്തെ ബൂസ്റ്റിൻ്റെ സാഷിയാണ് എടുക്കുന്നത്. അപ്പോൾ അത് രണ്ടും നമുക്ക് പൊട്ടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബൂസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ തന്നെ ഒരു അടിപൊളി ടേസ്റ്റാണ്, നല്ല സ്മെല്ലാണ്, ഒരു രക്ഷയില്ലാട്ടോ. അടിപൊളി ഐറ്റം തന്നെയാണ്. ബൂസ്റ്റും പാലും ഈത്തപ്പഴം എന്ന് പറയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ അതേ നമ്മൾ 2 പാക്കറ്റും ബൂസ്റ്റ് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. ഈ കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം. അപ്പോൾ അതിനായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഷേക്ക് നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ നമ്മൾ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈത്തപ്പഴം വേണമെങ്കിൽ കുറച്ച് അധികം എടുക്കാം. നല്ല ടേസ്റ്റിയാണ്. നല്ല ദാഹം മാറാനും വിശപ്പ് മാറാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കാം, ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള കേട്ടോ, വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ചേരുവയിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിടുക്കാച്ചി ഷേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിതൊരു വട്ടം കുടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെയും കുടിക്കാൻ തോന്നിക്കൊണ്ടിരിക്കും കേട്ടോ. അത്രയും ടേസ്റ്റാണ്. ബൂസ്റ്റ് ചേർത്തുകൊണ്ട് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെ ടേസ്റ്റൊക്കെ. തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇപ്പോഴത്തെ ചൂടിനൊക്കെ നമുക്ക് ഇതൊരു വിശപ്പ് മാറാനും ദാഹം മാറാനും ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള അടിപൊളി റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെയും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്